ഒരു ഷർട്ടിന് 1000 രൂപയാണ് വിലയെങ്കിൽ അത് അമേരിക്കയിൽ വിൽക്കാൻ 5000 രൂപ നികുതി നൽകേണ്ടി വരിക. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക യുദ്ധത്തിന് അമേരിക്ക തിരികൊളുത്തി കഴിഞ്ഞു. ഭാരതത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് പയറ്റുന്ന ഈ അവസാന അടവ് ഇന്ത്യയെ തളയ്ക്കുമോ അതോ ഈ കളിയിൽ അമേരിക്ക തന്നെ വീഴുമോ? റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം മോദിക്ക് ഭീഷണിയാകുന്നു എന്ന് ലോകം പറയുമ്പോഴും ഒരടി പോലും പിന്നോട്ട് വെക്കാത്ത ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെ? വിഷയത്തിലേക്ക്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സൗത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ ലിൻസെ ഗ്രഹാം അവതരിപ്പിച്ച സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 എന്ന ബില്ലാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ഈ ബില്ലിന് പ്രസിഡന്റ് ട്രംപ് നേരിട്ടാണ് അംഗീകാരം നൽകിയത്. റഷ്യയുടെ സൈനിക നടപടികൾക്ക് പണം നൽകുന്ന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അമേരിക്ക പറയുന്നു. ഇതിന്റെ പ്രധാന ഇരകൾ ഇന്ത്യയും ചൈനയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങളാണെന്നതാണ് വാസ്തവം. റഷ്യയുടെ എണ്ണയോ വാതകമോ യുറേനിയമോ വാങ്ങുന്ന ഏത് രാജ്യത്തിനു മേലും സെക്കൻഡറി സാങ്ഷനിങ് ഏർപ്പെടുത്താൻ ഈ നിയമം അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ റഷ്യയുമായി വ്യാപാരം നടത്തിയാൽ നിങ്ങൾക്ക് അമേരിക്കയുമായി വ്യാപാരം നടത്താൻ കഴിയില്ല. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 500% വരെ നികുതി ചുമത്താമെന്നതാണ് ഇതിലെ ഏറ്റവും ഭീമമായ വശം. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ ഉപരോധം പ്രസംഗിക്കുന്ന അമേരിക്കയും യൂറോപ്പും യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? 2025 മാത്രം റഷ്യയുടെ LNG കയറ്റുമതിയിലൂടെ ലഭിച്ച വരുമാനത്തിന്റെ സിംഹഭാഗവും നൽകിയത് യൂറോപ്യൻ യൂണിയനാണ്. സ്വന്തം സുഹൃത്തുക്കൾ റഷ്യയ്ക്ക് കോടികൾ നൽകുമ്പോൾ മിണ്ടാതിരിക്കുന്ന അമേരിക്ക ഇന്ത്യക്ക് മേൽ മാത്രം കുതിര കയറുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തെ അടിച്ചമർത്താനുള്ള വ്യക്തമായ ശ്രമമാണിത്. ഇന്ത്യ ഇതെങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ IT മേഖല, വജ്ര വ്യാപാരം, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്ന അമേരിക്കൻ വിപണിയെ വളരെയധികം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. 500% താരിഫ് വന്നാലുള്ള അവസ്ഥ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി ചെയ്ത ടെക്സ്റ്റൈൽ മേഖല തകരും. അമേരിക്കയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്ന് നൽകുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. നികുതി കൂട്ടിയാൽ അമേരിക്കക്കാർക്ക് മരുന്ന് കിട്ടാതാകും, ഇന്ത്യൻ കമ്പനികൾക്ക് വരുമാനവും ഇല്ലാതാകും. സൂറത്തിലെയും മുംബൈയിലെയും ഡയമണ്ട് ഇൻഡസ്ട്രിയെ ഇത് പാപ്പരാക്കും. ട്രംപിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഇതിലെ രാഷ്ട്രീയം വ്യക്തമാകും. ഇന്ത്യ എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മോദി ഒരു നല്ല മനുഷ്യനാണ്, പക്ഷെ ഞാൻ സന്തുഷ്ടനല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വെറുമൊരു സ്നേഹപ്രകടനമല്ല, മറിച്ച് ഇന്ത്യയുടെ ഫാർമ മേഖലയെ, ഇന്ത്യയുടെ ഇത്തരം മേഖലകളെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ഭീഷണിയാണ്. പക്ഷെ ഭാരതം ഏതായാലും ഇന്ന് പഴയ ഭാരതമല്ല. അമേരിക്ക എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ഇന്ത്യ ഒരു ബാലൻസിങ് ആക്ട് നടത്തുന്നുണ്ട്. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമാണ്. കൂടാതെ ആപ്പിൾ മുതൽ ടെസ്ല വരെയുള്ള അമേരിക്കൻ ഭീമന്മാരുടെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ. ഇന്ത്യയുമായുള്ള വ്യാപാരം അമേരിക്ക നിർത്തലാക്കിയാൽ അത് അവരുടെ സ്വന്തം കമ്പനികളെയും തകർക്കും. നിലവിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ട്രംപ് ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം മാത്രമാണോ ഈ 500% നികുതി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്.